ഹായ് ഗൈസ്, ഇറ്റ്സ് മീ ഫാത്തിമ ഫ്രാക്കിബി. അപ്പോൾ നമ്മളിന്ന് ലോയാലിറ്റി ചാപ്റ്ററാണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊന്നും കണ്ടിട്ടുണ്ടാവില്ല, ഒത്തിരി തിരക്കിലായിരുന്നു. നമുക്ക് എന്തായാലും ലോയാലിറ്റി കളിക്കാം. ഓക്കെ, എനിക്ക് തോന്നുന്നത് 1895 ഉണ്ടാക്കിയത്. ഓക്കെ, നമ്മൾ വേറെ 2 നൈറ്റ് ആയിട്ടുള്ളൂ ഗൈസ്. നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ കുട്ടി ഇതിന് മേലെ ഇരിക്കുകയാണ്. ഓക്കെ, Even the smallest sapling holds potential to become a towering tree. It is something cannot plant നമുക്ക് ഇതിന് മേലെ കയറാൻ പറ്റൂല. ഓക്കെ, ഇതിന് മേലെ കൂടെ കയറിയിട്ട് തന്നെ എടുക്കാൻ പറ്റുമോ നോക്കാം. ഞാനെടുത്തോ നിലത്തേക്ക് വീണിട്ട് കരഞ്ഞാലും നമുക്ക് വേണ്ട മേലെ ഒന്നും എടുക്കാൻ പറ്റില്ല. നമുക്ക് എന്തായാലും താഴത്തേക്ക് പോവാം. ഇനി ഓന് അതിൻ്റെ അവിടെ നിന്ന് എടുക്കുക, വേറെ എന്താ ചെയ്യുക? ഓന് വേറെ വഴിയിലൊന്നും എടുക്കാൻ പറ്റൂല. ഓക്കെ, അത് തിരിഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അല്ലോ ചതഞ്ഞ് ഞാൻ പറഞ്ഞതാണ്. സാരില്ല. ബൈ ഇത് ചിരിപ്പിക്കാൻ നോക്കട്ടെ. ഓക്കെ, ചിരിപ്പിക്കാൻ ഇതിന് മേലെ കയറിയാൽ മതിയാണ്. അപ്പോൾ ഗൈസ്, വീഡിയോസ് കാണുന്നവരൊക്കെ ആണെങ്കിൽ നമ്മുടെ സെക്കൻഡ് ചാനലായിട്ടുള്ള അയാം ഫാത്തിമ ഫ്രാക്കിയും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, ലൈക്ക് അടിക്കാത്തവരൊക്കെ ഇപ്പോൾ ലൈക്ക് അടിച്ചു. ഓക്കെ, നമ്മളിത് ഇവിടെ വെക്കാനാണ് ഇരിക്കുന്നില്ല. ബാക്കിക്ക് നീങ്ങി നോക്കണം. വെക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇതുവരെ ഒക്കെ നല്ലപോലെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ ജംപ് സ്കെയറൊക്കെ ഉണ്ടായിട്ടുള്ളൂ. കാരണം കുഴപ്പമുണ്ട്. ജംപ് സ്കെയർ പേടിയൊന്നുമില്ല കേട്ടോ, ചെറിയൊരു ഭയം. ആനിവേഴ്സറിയാണ്. ഇതെന്താ റാബിറ്റിൻ്റെ ഫുഡ് ഓഫ് റാബിറ്റ് അങ്ങനെ തൊട്ടേ പറഞ്ഞു. ഇതൊക്കെ ലോക്ക്ഡൗൺ കേസ് എന്താണെന്ന് അറിയില്ല. ഓക്കെ, നമുക്ക് ഗിഫ്റ്റ് വന്നിരിക്കുന്ന ഒരു ആപ്പിളാണ് കേസ്. ആപ്പിളാണെങ്കിൽ ഇപ്പോൾ നമുക്ക് അവിടെ നിന്ന് എടുത്തിട്ടുണ്ടാ പോലെ. പിന്നെ ആപ്പിളൊക്കെ നമുക്ക് രുചി പിടിച്ചിരിക്കണത് ആപ്പിളിൽ. കേസ് അവിടെ ഒരാളിനെ ഞാൻ കണ്ട്. ശരിക്കും അവിടെ ഒരാളിനെ ഉണ്ട്. നിങ്ങൾ കണ്ടോ എന്നറിയില്ല, ഞാനൊരു സാധനത്തിനെ അവിടെ കണ്ടു. ഓക്കെ, നമുക്ക് തടക്കം ഞാൻ ഇവിടെ എങ്ങനെ ഇത്രക്ക് സ്റ്റാർ വന്ന് വെറും 2 ദിവസം ഉണ്ടായിരുന്നുള്ളൂ നമുക്ക്. അപ്പോൾ ഇവിടെ നോക്കട്ടെ, ഇവിടെ എങ്ങനെ ഇത്രക്കും വന്ന്? നമ്മൾ ഇത്ര ഒന്നും കളിച്ചിട്ടില്ല ശരിക്കും ഗൈസ്. നമ്മുടെ ഇതിൻ്റെ മുന്നത്തെ ബേബി സിറ്റർ ഇപ്പോൾ കളിക്കായിരിക്കും ഈ ഒരു ക്രൗൺ ചൈൽഡ് വന്നിട്ട്, പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, ബേബിനെ വരക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് വരക്കാം എൻ്റെ ചിത്രം. നമുക്കിതൊക്കെ നേരം പോലെ എന്താ ഓരോ മുഖം ഇങ്ങനെ ഇരിക്കുന്നത്. സങ്കടം പെടുന്നതിന് അവന് വെറുതെ എക്സ്പ്രഷൻ കണ്ടിട്ടാണെങ്കിൽ ചിരി വരും. ഓക്കെ, നമുക്കിങ്ങനെ അരക്കുമ്പോൾ ചിരിയൊക്കെ വരുന്നുണ്ട് ഗൈസ്. അവൻ്റെ മുഖം കണ്ട നല്ലപോലെ ഈ മുഖം തന്നെ വരക്കാം. ദേഷ്യം പിടിച്ചിട്ടിരിക്കണോ? എനിക്കധികം ഇങ്ങനെ വരക്കാൻ അറിയില്ല. വേണ്ട ഗൈസ്, ഓനെങ്ങാനും ദേഷ്യം പിടിച്ചാലോ. നമുക്കിത് നേരം പോലെ ഒന്ന് വരച്ചു നോക്കാം.
ഓക്കെ യു ഓക്കെ നമ്മളിങ്ങനെ വരക്കുക ചെവിയൊക്കെ വരക്കുക. ഓക്കെ ഇത്തിരി അങ്ങോട്ടായിട്ട് കണ്ട ചിരിച്ച് ചിരിച്ചിങ്ങനെ ഉണ്ടാക്കാനും കാണിച്ചിട്ട്. ഓക്കെ നമുക്ക് വീഡിയോക്കെ വരച്ചെടുക്കാം. ഇത് വീഡിയോ ഒന്നും അല്ല, വേറെ ഏതോട്ടൊരു സാധനമാണ്. ലുട്ടുമ്പോൾ വലുതായതാണ് എന്ന് വിചാരിക്കും. അവൻ്റെ മുഖം നല്ലപോലെ ഓക്കെ നല്ലപോലെയായി. യെല്ലോ കൊടുത്തപ്പോൾ നല്ലപോലെയായി. യെല്ലോ കളർ അവൻ്റെ ഫേവറേറ്റ് ആണെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും യെല്ലോ കളർ വേണം കൊടുക്കണം. ഈ മൊട്ടത്തല കാണുമ്പോൾ ഛർദ്ദിക്കാൻ വേണം. ഇത്തിരി മുടി വരച്ചെടുക്കാം, പാവല്ലേ. അല്ലെങ്കിൽ നമുക്ക് എന്താ ബോറാവട്ടാവും. കണ്ണത്തിന് മുടി വരച്ച് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് ബേബീനെല്ലാം ഒന്ന് എഴുതി കൊടുക്കാം. അവൻ്റെ മുഖമൊക്കെ എന്തോ ഒരു എക്സ്പ്രഷനും ഇല്ലാതെ. ഇതൊക്കെ വായിക്കാം. ഫുള്ളായിട്ട് കറുപ്പ് കൊടുത്താലും ഫുള്ളായിട്ട് കറുപ്പ് കൊടുക്കുക. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഒന്നും കുഴപ്പമില്ല. നമുക്ക് ഫുള്ള് ഇങ്ങനെ കറുപ്പ് കൊടുക്കാം. ഓക്കെ നല്ല രീതിയിൽ വരക്കാൻ നമുക്ക് അറിയില്ല. ഓക്കെ ഇങ്ങനെ കൊടുക്കാം. ഓക്കെ നമുക്കിനി കുറച്ച് ബ്ലാക്ക് എടുക്കുക, എന്നിട്ട് വെള്ളമൊക്കെ കൊടുക്കാം. ഓക്കെ സെറ്റായി. സെറ്റ്. ഓക്കെ നമുക്ക് യെസ് കൊടുത്താലോ? അടിയും വേണ്ട, ബേബിനെല്ലാം ഇത്രക്ക് വറുപ്പണ്ട. നമുക്ക് ഇത്തിരി സ്ലോ ഒന്ന് മതി. ഓക്കെ ഞാനെന്താ ഇങ്ങനെ ചോദിച്ചു? യെല്ലോ. ഓക്കെ ചിരിച്ച് അവിടെ കുട്ടി. ഓക്കെ യെല്ലോ. ഓക്കെ കറക്റ്റ്. നമുക്ക് യെസ് കൊടുക്കാം. ഫിനിഷ്. ഓക്കെ ഗൈസ് നമ്മുടെ പക്ഷെ നമ്മൾ ബ്ലഷ് ഇട്ടിരുന്നു. ബേബിക്ക് ബ്ലഷ് ഇട്ടിരുന്നോന്ന് അറിയില്ല. ഓക്കെ നമുക്ക് എന്തായാലും റിപ്പോർട്ട് കെയർ ഹേജിക്ക് പോകണമെന്നാണ് പറയുന്നത്. അതിന് മുന്നേ നമ്മുടെ ബേബി എവിടെ അവിടെ ഒറ്റ മോന് ഓടി വന്നോട്ടെ. പാവല്ലേ കുട്ടി. ഓക്കെ ഇവിടെ വെക്കാം. പിക്കപ്പ് പോയി ഗൈസ്. പോയിക്കോട്ടെ. എന്തിനാ പറഞ്ഞു? അവിടെ ഇരുന്നോ എടുക്കണമെന്നില്ല, അവിടെ തന്നെ ഇരുന്നോ. ഓക്കെ മോനും ആയോ? എടാ പാടാ, അവിടെ തന്നെ ഇരിക്കാൻ പാടല്ല. പോയി പറഞ്ഞല്ലേ. ബ്ലാക്കറ്റ് അതിൻ്റെ ഉള്ളില് ബ്ലാക്കറ്റ്. അടാ ഓക്കെ അത് പിന്നാലെ ക്യൂട്ട്. രണ്ടെണ്ണം നല്ല രസമുണ്ട്. രണ്ടെണ്ണത്തിന് കാണാൻ. ആയോ? ഓക്കെ ചിരിക്കുണ്ട്. ഓക്കെ അതിൻ്റെ മേലക്ക് വന്നിട്ട് ഗെറ്റ് ബോട്ടിൽ. അത് നീ അവിടെ ഇരിക്കും. പുതിയ ലുട്ടുമോൻ അവിടെ ഇരിക്കട്ടെ. ആദ്യം നമ്മുടെ ലുട്ടുമോൻ എടുക്കട്ടെ. പുതിയ ലുട്ടുമോൻ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുന്നത്. നമുക്ക് ആദ്യം ഇവനെ കൊണ്ടുപോയിട്ട് അവിടെ നോക്കാം. ഓക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് താഴ്ത്തി കിട്ടാലോ. പൂവ് ഇപ്പോഴും പോയിട്ടില്ല ഗേസ്. അയ്യോ പോയി. ചിരിക്കണ്ടട്ടാ, കരയണമൊന്നുമില്ല. അതൊരു നല്ല സ്വഭാവമാണ്. കരയണില്ലല്ലോ. അവിടെ നേരത്തേക്ക് ഇടും. ഓക്കെ നമുക്ക് എന്തായാലും ഇവിടെ വെക്കാം. നമ്മുടെ രണ്ടാമത്തെ ലുട്ടുമോൻ എടുക്കാൻ പോവാം. പിന്നെ 2 ലുട്ടുമോനും കൂടിയിട്ട് എടുക്കാൻ പറ്റുന്ന ഓപ്ഷൻ തന്നാൽ സിമ്പിളായിട്ട് എടുക്കാം. ആയോ? അതിന് ഉള്ളിലേക്ക് ഇറങ്ങി. ഓക്കെ ഗെറ്റ് എ ബോട്ടി. ഓക്കെ നമുക്ക് ഇത് എടുക്കാം.
ഓക്കെ ആർക്കാ കൊടുക്കപ്പോൾ രണ്ടാളുടെ എടുത്തോ കരഞ്ഞി. അയ്യോ സാരില്ല. അപ്പോൾ സോറി ഗൈസ്, ഇതാണ് നമ്മുടെ ആദ്യത്തെ ലുട്ടുമോന്. നമ്മൾ ആദ്യം പാല് കൊടുത്തില്ല, ആ ലുട്ടുമോനാണ് നമ്മുടെ പുതിയ ലുട്ടുമോൻ. എടാ അവൻ പുതിയ കുട്ടി ആയതുകൊണ്ടാണ് അവനക്ക് ആദ്യം കൊടുത്ത്. നമുക്ക് വേണ്ടേ നദി തിന്നണ്ട. സ്റ്റാഫ് റൂമിൽ കൊണ്ടുപോകാനും വരാം. ഓക്കെ എന്താ സ്റ്റാഫ് റൂമിൽ കൊണ്ടുപോകാലോ. ഗേസ് ആ പൂവ് പോയി ഗേസ്. ഉണ്ടല്ലേ ചക്ക ഉണ്ട് നമ്മളെ. ഓക്കെ നമുക്ക് ഇന്നെന്തെങ്കിലും ഉന്തി കളിക്കണേ. ഓക്കെ അവിടെ എന്തുവാ ഈ ചക്കൻ എന്താ ചിരിക്കാത്ത ഇവിടെ ടോയ് ബോക്സിൽ നിന്ന് എന്തെങ്കിലും ഇട്ട് കൊടുത്താലോ. നമുക്ക് പ്ലെയിൻ എടുക്കാം. കുറേ സാധനം എടുക്കാം. ക്രോസ് വരാതിരുന്നാൽ മതി. ആ കണ്ണ് പോലത്തെ സാധനം അത് വരാതിരുന്നാൽ മതി. ഓക്കെ ബബിൾ ഗണ്ണാണല്ലോ. അവിടെ മറ്റേ കണ്ണില്ല. നമുക്ക് മറ്റേ കണ്ണൊന്നും കൂടി നോക്കാം. ഓക്കെ ഓക്കെ കുറേ എടുത്തിട്ടുണ്ട്. കുറേ എടുക്കാം. അതിനവിടുന്നേലും കിട്ടണം. ഈ ചക്കൻ എന്താ നോക്കിക്കൊണ്ടിരിക്കും. കിട്ടി ഗൈസ് മാറി കിട്ടി. പിന്നെ കണ്ണുമൊക്കെ രണ്ടെണ്ണം വെച്ചിരുന്നു. ചിരിക്കാത്ത പോലെ ദേഷ്യം പിടിച്ചിട്ട് ഇങ്ങനെ മൂപ്പൻ്റെ ജര ഇവിടെ എൻ്റെ ഉള്ളിക്കാട് പാടും വാശി പിടിക്കുക. എന്താണ് ഒരു പാല് കിട്ടാത്തതിനാ? പാൽ എനിക്ക് തന്നില്ല, എനിക്ക് വേണ്ട പറഞ്ഞിട്ടല്ലേ ക്ലീൻ ചെയ്യാം. ഓക്കെ നമുക്ക് ഇതിനായിട്ട് അരച്ചെടുക്കാം. എന്നാലും പാവാണ് കേസ്. എനിക്ക് പാവം തോന്നുന്നു. എൻ്റെ മുഖം കണ്ടാലാണ്. പായം എവിടെ പോയാ? ഈ ചക്കൻ എന്താ കരയാത്ത് ചിരിക്കാത്ത? എന്നെ എങ്ങനെയാക്കിയാലും എന്നെ ചിരിക്കുക. ഇവിടെ സ്റ്റാഫ് റൂമിലേക്ക് കൊണ്ടുപോകാനാണ് പറയുന്നത്. ഓക്കെ സ്റ്റാഫ് റൂമിൽ കൊണ്ടുപോവാം. അവിടെ ക്ലോസ് ഓപ്പൺ. നമുക്ക് പീനട്ട് ബട്ടർ എടുക്കാം. പീനട്ട് ബട്ടർ ഓക്കെ നമുക്കിത് കുക്ക് ചെയ്യാം ഗൈസ്. നമുക്ക് ഫ്രിഡ്ജ് അടക്കാൻ പോവാം. ഓക്കെ അതിൻ്റെ ഉള്ളിൽ നമ്മളൊരു ബേബി സിറ്ററിനെ അയച്ചില്ലേ, അതിൻ്റെ പാലും കുപ്പിയാണ്. മിസ്സിങ് ജൂലിയൻ ഗൈസ്. ഇത് നമ്മളില്ലേ ഒരു ബേബി സിറ്ററിനെ അങ്ങോട്ട് അയച്ചില്ലേ, അയാളിനെ ഇപ്പം കൊന്നാണ് തോന്നുന്നത്. മിസ്സിങ് ജൂലിയൻ പ്രിൻസ് അങ്ങനെ എന്തൊക്കെ പേരുള്ള. ഓക്കെ ഇതായി എന്നാണ് തോന്നുന്നത്. നമ്മൾ തിന്നാണ് പറയുന്നത്. ഞാൻ തിന്നും. തിന്നണ്ട പറഞ്ഞാൽ ഞാൻ തിന്നും. അതാണ് എൻ്റെ സ്വഭാവം. നമ്മളിങ്ങനെ തിന്ന് പോവാം. തിന്നണം എന്തെങ്കിലും തിന്നണം. ആ ഒരു പാട്ടില്ലേ, അതിൻ്റെ ഏകദേശം ഒരു ഇതാണ് കേസ്. എന്താ എനിക്ക് വേണ്ടേ? ഓനക്ക് അതും വേണ്ട തറയ്ക്കെന്താ ഓനക്ക് വേണ്ടേ? ഞാൻ തിന്നും. ഓക്കെ ഈ ചക്കൻ എന്താ തള്ളു. ഇപ്പം എന്നെ കൊണ്ട് എന്തൊരു കഷ്ടം അടിച്ചു മാറ്റിച്ചിട്ട് ആ സാധനത്തിൽ കയറിയിരിക്കുക. ഇങ്ങനെ തട്ടിനോണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ലുട്ടുമോനായിരുന്നു ഗൈസ്. നല്ല ലുട്ടുമോൻ. നമ്മൾ തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്ത് രസം ഉണ്ടായിരുന്നു ഗൈസ്. ഒരു കുഞ്ഞു ഫോണുണ്ട് ഗൈസ്. ഓക്കെ അവിടെ എന്തോട്ട് അയക്കണ്. നമുക്ക് എന്തായാലും ഇതിപ്പോൾ തൽക്കാലം അവിടെ ഇരുന്നു. പിക്കപ്പ് ദ കോർപ്പറേഷൻ. ഓക്കെ കോർപ്പറേഷൻ എന്നാണ് അതിൻ്റെ പേര് ഗൈസ്. എന്താണെന്നൊന്നും അറിയില്ല. അതായത് നമുക്ക് പോയോക്കാം. ഓക്കെ ക്ലൈംബ് ചെയ്യുക.
ഇതൊക്കെ ഏതാ സ്ഥലം എന്ന് പോലും അറിയില്ല. ഫാനൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ രക്ഷപ്പെടാൻ നോക്കാം. ഫൈൻഡ് എ വേ ഇൻ ടു ദ സ്റ്റാഫ് റൂം. ഓ, നമ്മളൊരു വഴി കണ്ടു. കാക്കല്ല, എന്തായിരുന്നു അതിൻ്റെ പേര്? ഡോക്ടർ, മിനി ഡോക്ടർ. ആ ഡോക്ടർ അങ്ങോട്ട് പോകണം. അതിനങ്ങോട്ട് ഓക്കെ. നമ്മൾ ഓക്കെ ഇങ്ങനെ പോയേക്കാം. പോകില്ല. ഓക്കെ ഗേസ്, ഈ സാധനം വന്നാൽ പോകൂല എന്ന് പ്രതീക്ഷിക്കണില്ല. വെറുതെ പറഞ്ഞാണ്. ഓക്കെ, നമ്മൾ ലോക്ക്ഡൗൺ ഇതെന്താ എത്രക്ക് വലിയ സാധനം? ഇവനെപ്പോൾ എത്രക്ക് വലുതായ? എത്രക്ക് ഫുഡ് കഴിച്ചോന്? വേക്കപ്പ്. ഹലോ, പിന്നെ നമ്മളെ തിന്ന് നമ്മളെ വയറൊക്കെ കടിച്ച്. അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മളുടെ മേത്ത് ചോരുണ്ട്. ഓനോട് ഞാൻ മുണ്ടൂല. എല്ലാം പോലെ സ്നേഹിച്ച് കൊണ്ട് നടന്നാലും ഇതന്നെയാണ് ഓനെ കൊണ്ട അവസ്ഥ. എന്തൊരു കുട്ടിയാണിത്? ഇങ്ങനെ ഉണ്ടാവോ കുട്ടികൾ? എന്തൊരിതാണിത്? ഇങ്ങനെ ഉണ്ടാവരുത്. ഇവിടെ ഒരു ഡോറുണ്ടായിരുന്ന എനിക്കറിയൂലായിരുന്നു. ഓക്കെ, നമ്മുടെ ആ ലുട്ടുമോന് അവിടെ ഇരിക്കുന്നുണ്ട്. ഇവനെ ഒന്നും മുണ്ടൂല ഗൈസ്. ഇവന് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ലുട്ടുമോനാണ്. നമ്മുടെ ആദ്യത്തെ ലുട്ടുമോനായിരുന്നു നല്ല. നമ്മളുടെ അത്യാവശ്യം പേടിപ്പിക്കുകയും ചെയ്യും, നല്ലപോലെ ദേഷ്യപ്പെടുകയും ചെയ്യും, കരയും ചെയ്യും, ഇൻട്രോവേർട്ട് ആവുകയും ചെയ്യും. എല്ലാതും ഉള്ളൊരു കുട്ടിയാണ്. ഇവനെന്തെങ്ങനെ അങ്ങനെന്താ ഊഞ്ഞാലാടി ഇരിക്കണം. ഒരു മൈൻഡും ഇല്ല. നാറ്റിച്ചിട്ട് എനിക്ക് ആ പമ്പേഴ്സൊന്നും മാറ്റായിരുന്നില്ല. അതുമില്ല. ഇതൊരു കഷ്ടമാണ്. ആ ആദ്യത്തെ ലുട്ടുമോനൊന്ന് വന്നിരുന്നെങ്കിൽ ഇതൊരു രസമായിരുന്നു. ഇവരൊന്നും ലുട്ടുമോനല്ല, ഇവരൊക്കെ കുട്ടുമോനാ. എന്തായാലും നമുക്ക് പോവാം. ഇത്രക്കുണ്ടേ ആയി. നമുക്കെന്താ സ്റ്റിക്കർ കിട്ടാത്ത? നമ്മളോട് ഇവിടെ റിപ്പോർട്ട് ഹാജിക്കോ ടോസ്റ്റർ നമ്മൾ ഈ ടോസ്റ്റർ അപ്പാർട്ട്മെന്റിൽ വിൽക്കാൻ പോകണം എന്ന് തോന്നുന്നത്. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേസ്. ഇപ്പോഴവിടെ ഒരു ബേബി സിറ്റർ ഇരുന്നിട്ട് ഞാൻ ഇരിക്കുന്നുണ്ടാവും. ഇത് ഏകദേശം സ്ക്വിഡ് ഗെയിമിൻ്റെ പോലെയാണ്. ഓ കേസ്, ഇപ്പോൾ ആ അപ്പാർട്ട്മെൻറ്റിൽ നമ്മുടെ പോലത്തെ ഒരു ബേബി സിറ്റർ ഉണ്ടാവും. കുറേ ബേബി സിറ്റർമാരെ ഇവിടെ ഇങ്ങനെ ക്രോസാ പറഞ്ഞ സാധനത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇതാക്കണം. ഇപ്പോൾ ഒരു ബേബി സിറ്റർ ആണെങ്കിൽ ന്യൂട്ടൻ്റെ അടുത്തുണ്ടാവും. ഒരെണ്ണം ഇപ്പോൾ അവസാനിക്കാൻ പോണതിലുണ്ടാവും, ഒരെണ്ണം ക്രൗണിലുണ്ടാവും, ഒരെണ്ണം അവിടെ ഉണ്ടാവും. ഇതൊരു കഷ്ടമാണ്. ഞാനിത് എങ്ങനെയെങ്കിലും നിർത്തിപ്പിക്കും. പിന്നെ നിങ്ങൾ റൊണാൾഡോ ഫാനാണോ? ഞാൻ റൊണാൾഡോ ഫാനാണ് കേട്ടോ. നിങ്ങളെ ഫാൻ എന്താണെന്ന് വേണ്ടിയാ. എന്നാലും മെസ്സിനോടും നെയ്മറിനോടൊക്കെ ഇഷ്ടമുണ്ട് കേട്ടോ. ഇഷ്ടമില്ലായൊന്നുമില്ല. ഇതിന് കൂടുതൽ ഇഷ്ടം റൊണാൾഡോ. Day 22 ഗൈസ്. Day 22 എന്നാണ് പറയുന്നത്. ഓക്കെ, സ്റ്റാർട്ട് യുവർ ഷിഫ്റ്റ്. നോക്കില്ല, അതിനൊരു നൈറ്റ് കഴിഞ്ഞാ ഇത്ര പെട്ടെന്ന് അറിയൂല. എന്തായാലും നമുക്ക് പോയേക്കാം. ഇത്രക്ക് നൈറ്റായി, കുറേ നൈറ്റായി. അവിടെ ആദ്യത്തെ ലുട്ടുമോനൊന്ന് വന്ന് ഇതാണ് കേസ്. നമ്മളെ വയറൊക്കെ കടിച്ച് നിന്നാൽ ലുട്ടുമോനില്ല. ആ ലുട്ടുമോൻ ഇതാണ്. അതാണ് നമ്മുടെ ഒന്നും മുണ്ടാത്ത ലുട്ടുമോനില്ല, ഇൻട്രോവേർട്ട് ആയിട്ടുള്ള. ഇതാണ് കേസ് നമ്മുടെ ലുട്ടുമോൻ. അല്ല, ഇതാണ് കേസ് നമ്മുടെ ലുട്ടുമോന്. അല്ലടച്ചോനെ, ലുട്ടുമോൻ എനിക്ക് സുഖല്ലേ? വേറെ ബേബി സിറ്ററിൻ്റെ അടുത്തേക്ക് പോയിട്ട് വന്നിക്ക് അങ്ങോട്ട്. നല്ല രസമുണ്ടാവോ? എനിക്കിഷ്ടമായി. ഓക്കെ, പിക്കപ്പ് ഐസ്ക്രീം. നമുക്ക് കൊടുക്കാം. അത് നമുക്ക് നമ്മുടെ ഇൻട്രോവേർട്ടിന് കൊടുക്കാം. ഇൻട്രോവേർട്ട്. ഓക്കെ, അപ്പോൾ ഇൻട്രോവേർട്ട് തിരിച്ച്
നമുക്ക് ഒന്ന് നമ്മുടെ ലുട്ടുമോനെ എടുക്കാം. പിന്നെ എന്താണ് ഒന്ന് നമ്മുടെ മറ്റേനും എടുക്കാം. അവിടെ മറ്റേ കുന്ത്രാണ്ട സാധനമില്ലേ അതിന് കൊടുക്കാം. എടുത്തു. ഒന്ന് നമുക്ക് തിന്നാലോ, നമുക്കും കൂടി തിന്നാം. ഓക്കെ, നമ്മളും തിന്നു. മതിയായിരുന്നു എനിക്ക് കൊടുത്തതാ ഗൈസ്. തടിയനായി. അപ്പം ആ മെഷീൻ ഓഫാവും. ഒരു ബേബിക്ക് ഒരെണ്ണം കൊടുക്കാൻ പാടുള്ളൂ. അത് ഹെൽത്തി അല്ല എന്ന് പറയുന്നത്. ഓക്കെ 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 നമ്മൾ പിന്നെ ഇത് പ്ലെയിൻ വേണം പറഞ്ഞ് പ്ലെയിൻ മേടിച്ചപ്പോൾ അവിടെ പോയി എന്താ കാട്ടിയ നമ്മുടെ ലുട്ടുമോനൊക്കെ കരഞ്ഞ് ലുട്ടുമോന് സങ്കടമായി. ഓൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ആക്കും. ഓക്കെ, നമുക്ക് ഇവിടെ വെക്കാം. ഇവിടെ വെക്കുമ്പോൾ നമ്മുടെ ലുട്ടുമോന് തെറിച്ചു പോകും. ഓക്കെ, അല്ല ഓനക്ക് എന്തായാലും പറ്റിയ നമ്മുടെ ലുട്ടുമോന് എന്തെങ്കിലും പറ്റിയ പറ്റിയിട്ടൊന്നുമില്ല. ചിരിച്ചിരിക്കണ്ട് ഇവിടെ ഇരുന്നിട്ടാ. വെടുവായ ഈ ഓവർ തടിച്ച് ഈ ചക്കനെ കൊണ്ടുപോയിട്ടുണ്ട്. അത്ര ഇൻട്രോവേർട്ട് ലുട്ടുനെ. മൂന്നെണ്ണത്തിനും പേര് കിട്ടി. ഒന്ന് ഡ്രാക്കുള ലുട്ടു, ഒന്ന് നമ്മുടെ ലുട്ടുമോൻ, ഒന്ന് നമ്മുടെ ഇൻട്രോവേർട്ട് ലുട്ടു. മൂന്നെണ്ണത്തിനും പേര് കിട്ടിയിരുന്നു. ഇവിടെ ലുട്ടുമോനെ നമുക്ക് എന്തായാലും ബെൻകൊക്കെ മാറ്റണം. ബെൻകൊന്ന് മാറ്റണം. ഇവിടെ ലുട്ടുമോന് ഇവിടെ ഇരിക്കട്ടെ. അവിടെ ഇരിക്കുക. നമ്മുടെ ആദ്യത്തെ ലുട്ടുമോൻ കുറേ ത്യാഗം സഹിച്ചിരിക്കണം കേട്ടോ. നമ്മളവനെ കുറേ വെടി വെച്ചിരിക്കണം ആദ്യത്തെ ലുട്ടുമോനെ. മാത്രമല്ല എന്താണ് ന്യൂട്ട് വരുമ്പോൾ ഞാൻ കുറേ കുറ്റം പറഞ്ഞിരിക്കണ്. മാത്രമല്ല കുറേ കാട്ടിക്കണം കേട്ടോ. അവനെ എന്തൊക്കെ കാട്ടിക്കുന്നു. ഓക്കെ, മാത്രമല്ല അവനെ ഇവാലുവേറ്ററിൽ വിട്ടിക്കണ് നമ്മുടെ ആ ലുട്ടുമോനെ. ആദ്യത്തെ ലുട്ടുമോനെ പറഞ്ഞൊക്കെ ഇവാലുവേറ്ററിൽ ഇടണം ഗൈസ്, നല്ല പഠിക്കുള്ളൂ. ഓക്കെ, ഓക്കെ 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 എന്നിട്ട് എന്താ കാട്ടണ്ടേ? അവിടെ ലുട്ടുമോനെ കാണാനില്ല. എവിടെ സാധനം? എവിടെ? ഇന്ന് മേലെ പോയാ? മേലില്ല. ബെഡിലുണ്ടോ? ബെഡിലുണ്ട്. ഈ സാധനം എവിടെ പോയി? എന്തായാലും അവിടെ ഇരുന്നോട്ടെ. താഴത്ത് പോയാ ചേഞ്ച് ഹിമ്മാവാൻ ഇവൻ്റെ എവിടെ? ഓനെവിടെ? കാണാനുമില്ല. എവിടെ എവിടെ? ഓക്കെ, അവിടെ ഒന്നുമില്ല. ഓക്കെ ഓക്കെ, നമ്മുടെ ഇതിൻ്റെ ഉള്ളിലുണ്ടോ? ഇതിൻ്റെ ഉള്ളിലില്ല. ഓക്കെ, തുറക്കാൻ പറ്റില്ല. ഓക്കെ, നമ്മളുടെ അടിയില്ല. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ലുട്ടുമോനെ. നമ്മുടെ മറ്റേ കുഞ്ഞ് ഹൗസിൻ്റെ അവിടെ ഉണ്ടാവുമോ എൻ്റെ ഉള്ളിൽ? നൈറ്റ് കോർണറാ എന്തോട്ടെ സ്ഥലത്ത് അവിടെ ഇല്ല ഗൈസ്. പിന്നെ എവിടെയാണ്? എന്തെങ്ങനെ നോക്കണേ? അന്നെ എവിടെയെങ്കിലും ഇരുത്തണം. നീ എന്നെ ചിരിപ്പിക്കാനും നീ ഇവിടെ ഇരുത്താം. ഇവിടെ ഇരുന്നു ചിരിച്ചില്ലേ? അവനവിടെ ഇരിക്കുമ്പോൾ ചിരിക്കും ഗൈസ്. എന്തായാലും വായോ ഇവിടെ ഇരുന്നു. അവിടെ ലുട്ടുമോൻ്റെ മടിയിലിരുന്നു സെക്കായി. ഓക്കെ, വലുത് കൊണക്ക് അറിയണ്ട. ഇവിടെ തന്നെ ഇരുന്നു. ഓക്കെ, വേണ്ട ഇവിടെ ഇരുന്നു. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ മതിട്ടാ. എല്ലാ കുട്ടികളും ഇരിക്കണേ.
അന്ന് കടിച്ചു തിന്ന പോലെ ഒന്നും ആവരുത് നീ അവിടെ ആദ്യത്തെ ലൂട്ട് പോകേണ്ട പോലെ നല്ല ലൂട്ട് പോകാനാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇവന് എവിടെ പോയത് മറ്റോന് കാണാനും കേട്ടത്ര നേരായി തരേണെന്ന് അറിയാം. ഇത് മടുത്ത് വരെ തിരഞ്ഞിട്ട് ചത്ത് എനിക്ക് വരെ തിരയാൻ വയ്യ. എന്തായാലും ഈ വീഡിയോ എൻഡ് ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പോൾ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യാത്തവരൊക്കെ സബ് ചെയ്യുക. ഓക്കെ ബൈ. അടുത്ത പാർട്ട് നാളെ വരുന്നേ.